സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് എത്തുന്നത്. ആഭ്യന്തര വകുപ്പിന് ഗുരുതര വീഴ്ച എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കാരണം CBIക്ക് ശുപാർശ ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ടായിരിക്കുന്നു. പെർഫോമ റിപ്പോർട്ട് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് ഇതുവരെ കൈമാറിയിട്ടില്ല. പെർഫോമ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ CBIക്ക് തീരുമാനമെടുക്കാനും സാധിക്കൂ. ചന്തു ചന്ദ്രശേഖർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ചന്തു, നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ് ആഭ്യന്തര വകുപ്പ് ഇതുവരെ വിവരങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിട്ടില്ല എന്നത്. ഇനി സിദ്ധാർത്ഥിന്റെ കുടുംബവും അപ്രകാരം ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. CBI അന്വേഷണം താമസിപ്പിക്കുന്നതിൽ മനഃപൂർവ്വ കാലതാമസം വരുത്തുന്നു എന്ന് ഇത് തെളിയുകയാണ്. അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം സംസ്ഥാന സർക്കാർ ഇത് ആദ്യമായിട്ടല്ല ഒരു CBI അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എന്ന് പാലിക്കുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രവുമായുള്ള ഇടപെടൽ നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായി മനഃപൂർവ്വം ഇത് വൈകിപ്പിക്കുന്നു എന്ന ഈ സിദ്ധാർത്ഥിന്റെ അച്ഛന്റെ ആരോപണം, ബന്ധുക്കളുടെ ആരോപണം ഒക്കെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുന്നത്. കാരണം സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ഇതിൽ വലിയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ഇറക്കിയെങ്കിലും ഈ വിജ്ഞാപനം മാത്രമല്ല, CBI അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തെ സമീപിക്കുമ്പോൾ ഈ വിജ്ഞാപനത്തോടൊപ്പം ഒരു പെർഫോമ റിപ്പോർട്ട് തയ്യാറാക്കി അയക്കേണ്ടതുണ്ട്. പെർഫോമ റിപ്പോർട്ടിൽ പ്രധാനമായും പറയേണ്ട കാര്യങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരം, എന്തുകൊണ്ട് ഇത് CBI അന്വേഷണത്തിന് വിടുന്നു, ഇതിൽ എന്തൊക്കെ അന്വേഷണമാണ് സംസ്ഥാന പോലീസ് നടത്തിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, കണ്ടെത്തലുകളൊക്കെ ഈ പെർഫോമ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി ഈ വിജ്ഞാപനവും പെർഫോമ റിപ്പോർട്ടും ഉൾപ്പെടെയാണ് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന് സമർപ്പിക്കേണ്ടത്. ഈ പേഴ്സണൽ മന്ത്രാലയത്തിന് സമർപ്പിക്കുന്ന ഈ റിപ്പോർട്ട് CBI ഡയറക്ടർക്ക് കൈമാറുകയും ഈ കേസ് സ്വീകരിക്കണമോ വേണ്ടേ എന്ന കാര്യത്തിൽ CBI ഇതിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. അതാണ് നടപടിക്രമം. അപ്പോൾ ആ നടപടിക്രമത്തിൽ ഇവിടെ വലിയ വീഴ്ച സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് സംഭവിച്ചിരിക്കുന്നു. കാരണം വിജ്ഞാപനം ഇറക്കി എന്നതല്ലാതെ പെർഫോമ റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്രത്തെ അയച്ചിട്ടില്ല, കേന്ദ്രത്തിന് നൽകിയിട്ടില്ല എന്ന പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പുറത്തു വരുന്നത്. ഇതിൽ DGP ആണ് ഈ പെർഫോമ റിപ്പോർട്ട് തയ്യാറാക്കി നൽകേണ്ടത്. ഇതിൽ വലിയ കാലതാമസം നേരിട്ടു എന്ന കാര്യം പ്രധാനമായും പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അടിയന്തരമായി പെർഫോമ റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്രത്തിന് അയക്കുന്നതിന് വേണ്ടി DGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതും കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഇത്തരത്തിൽ ആരോപണവുമായി വരികയും വലിയ സമരം, വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരാൻ അദ്ദേഹം തയ്യാറെടുക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവിനെയൊക്കെ കണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ വീണ്ടും സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധ നടപടിയുമായി മുന്നോട്ട് പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ആഭ്യന്തര വകുപ്പ് DGPയോട് വീണ്ടും പെർഫോമ റിപ്പോർട്ട് അടിയന്തരമായി തയ്യാറാക്കി നൽകുന്നതിന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെയാണ് പ്രധാനമായും നേരത്തെ ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങൾ ശക്തമാകുന്നത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പെട്ടെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ മുഖ്യമന്ത്രിയെ വന്നു കാണുന്ന സമയത്ത് പെട്ടെന്ന് ഇത്തരത്തിൽ CBI അന്വേഷണത്തിന് തയ്യാറാണെന്ന് അറിയിക്കുന്നു. അതനുസരിച്ച് അന്ന് തന്നെ ഒരു വിജ്ഞാപനവും പുറത്തിറക്കുന്നു. ആ വിജ്ഞാപനം പുറത്തിറക്കിയതിനു ശേഷം CBI അന്വേഷണത്തിന് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ അത് കൃത്യമായി സർക്കാർ പാലിച്ചില്ല. അതിനെ മുഖ്യമന്ത്രി കൈയാളുന്ന ആഭ്യന്തര വകുപ്പിന് വലിയ വീഴ്ച സംഭവിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്.